മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിൻ്റെ കൈവെട്ടുമെന്നാണ് ഒരു പ്രകടനത്തിൽ CPM മുദ്രാവാക്യം വിളിച്ചത്. ഈ ഒരു മുദ്രാവാക്യം വിളിയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഷിബിലി, ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. കാരണം ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല എന്താണ് കാര്യം എന്നുള്ളത്. ഒരു പ്രകടന മണ്ഡലം നടന്നു, അതിൽ കൈവിട്ടുവെന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് കുറച്ചുകൂടി വിശദാംശങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്, അല്ലാതെ പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, മീഡിയ വണ്ണിൽ നമുക്കറിയാലോ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ നേതൃത്വം കൊടുക്കുന്നത് ഈ സി ദാവീദൊക്കെയാണ്. അപ്പം അങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആ ചർച്ചയിൽ വെച്ചിട്ട് വണ്ടൂരത്തെ മുൻ MLA ഉണ്ട്, N കണ്ണൻ എന്ന് പറയും. നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പം അനിൽകുമാറാണ് വണ്ടൂർ MLA, നേരത്തെ N കണ്ണനായിരുന്നു. അപ്പോൾ N കണ്ണൻ നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തെ ഇദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രസംഗത്തെ ഉദ്ധരിച്ചപ്പോൾ ഇദ്ദേഹം ചില തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ നിഷ്കളങ്കമായി അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇവർ പണ്ടേ മിടുക്കന്മാരാണ്. ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാനത്തുള്ള നേതാവ് കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് വെച്ചാൽ N കണ്ണൻ NDF-നെതിരെ, നമുക്കറിയാലോ NDF എന്നൊക്കെ പറയുന്നത് നാദാപുരത്തുണ്ടായ സംഘടന, ആ NDF-നെതിരെ ചില പ്രസ്താവനകൾ നടത്തി. ആ NDF-നെതിരെ പ്രസ്താവനകൾ നടത്തുകയും മലപ്പുറം പോലുള്ള ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ശബരിമലക്ക് നോക്കാനുള്ള തുണി കിട്ടില്ല എന്നും അതുപോലെ എരിമുടി സഞ്ചിക്കുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പോലും ഇവർ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിലെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആ പ്രസംഗം പറയാതെ, ഇപ്പോൾ അവരുടെ 10-12 മിനിറ്റുള്ള പ്രോഗ്രാമാണല്ലോ ഔട്ട് ഓഫ് ഫോക്കസ്, അതിൽ ഈ പറയുന്ന ദാവീദ് ഇത്തരത്തിലുള്ള ചില ട്വിസ്റ്റുകളൊന്നും നടത്തി അവതരിപ്പിച്ചു. അപ്പോൾ അവതരിപ്പിച്ചതിനെതിരെ പ്രതിഷേധമായിട്ടാണ് യഥാർത്ഥത്തിൽ സി ദാവീദിനെതിരെ ഒരു പ്രകടനം നടത്തിയത്. ആ പ്രകടനം നടത്തിയത് ഒരൊറ്റ ബാനറിൽ എഴുതിയിരുന്ന വാചകം ഇതാണ്: മൗദൂദികളുടെ സർട്ടിഫിക്കറ്റ് മതേതരത്തിന് CPM-ന് വേണ്ട എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ മതേതരക്കാരാണെന്ന് പറയാനുള്ള സർട്ടിഫിക്കറ്റ് മൗദൂദികളുടെ കയ്യിൽ നിന്ന് എന്തായാലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മൗദൂദികളാണ് ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാനതല നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട ദാവൂദ് സാഹിബ്. അപ്പോൾ അത് അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, കാരണം അവർ തന്നെ മതരാഷ്ട്രവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതാണ് പ്രകടനം നടത്തിയത്. ആ പ്രകടനത്തിൽ പറഞ്ഞ ഒരു മുദ്രാവാക്യമാണിത്: ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആ കൈകൾ ഞങ്ങൾ വെട്ടിമാറ്റും എന്നൊരു മുദ്രാവാക്യമാണ്. അല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു ഗൗരവമൊന്നും കൊടുക്കണ്ട. പക്ഷെ മീഡിയ വൺ ഇത് ഏതാണ്ട് സി ദാവീദിൻ്റെ കൈവെട്ടി മാറ്റും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നിട്ട് പോലീസ് കേട്ടു നിൽക്കുകയാണ്. പോലീസ് അപ്പം തന്നെ വണ്ടിയെടുത്തി എന്ന് എല്ലാ DYFIക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുന്നതിനൊന്നും അർത്ഥമൊന്നുമില്ല. അവിടെ ഇത് മതപരമായിട്ടുള്ളൊരു വിഭജനമാക്കി മാറ്റാനൊക്കെ ഈ സി ദാവീദൊക്കെ കുറച്ച് നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില സാഹചര്യങ്ങളൊക്കെ കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷേ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. M സ്വരാജിനെതിരെ ഇവർ ഇടതുപക്ഷ ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് ചില വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചില മറ്റേ ഔട്ട് ഓഫ് ഫോക്കസിൽ നിരന്തരമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ സ്വരാജിനെ തന്നെ ഒരു മുസ്ലിം വിരോധിയും അതുപോലെ തന്നെ ഒരു ഹിന്ദു പക്ഷപാതിയുമൊക്കെ അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദിയുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ ദാവീദ് വളരെ ബുദ്ധിപരമായി ഇത്തരത്തിൽ ചില മിസ്റ്റേക്കുകളൊക്കെ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹം തുറന്നും സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ഈ ഏരിയ സെക്രട്ടറി തന്നെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളതാണ് CPM-ൻ്റെ ഈ വണ്ടൂർ പ്രകടനം നടത്തി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയൊക്കെ തന്നെ അങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ തൊട്ടു മുമ്പ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പർ പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. അതായത് ആ പോലീസുകാരനെതിരെ ഈ CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. ആ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ഈ മലപ്പുറത്ത് ഇത്തരത്തിൽ പോലീസുകാർ തന്നെ ഒരു RSS വൽക്കരണമൊക്കെ നടന്നതുകൊണ്ട്, ഇപ്പോൾ UV അൻവറിൻ്റെ ആരോപണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അങ്ങനെ വൽക്കരണമൊക്കെ നടന്നതുകൊണ്ട് അവരൊക്കെ തന്നെ കേസുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകളെ കൂടുതലായി കേസുകളിൽ പെടുത്തുന്നു എന്ന് പറയുന്ന ആരോപണമൊക്കെ നിലനിൽക്കുന്ന അതുമായി കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദാവീദ് അങ്ങോട്ട് നൈസായിട്ട് പറഞ്ഞത്, ഈ പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് ഈ ലോക്കൽ സെക്രട്ടറി. അപ്പോൾ ഈ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു മുസ്ലിം നാമധാരിയാണ്. ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല. ആ മുസ്ലിം നാമധാരിയുടെ പേര് ഇദ്ദേഹത്തിന് അറിയാതെ വിട്ടുപോയി എന്നും പകരം മറ്റൊരു സ്റ്റേഷനിലുള്ള SHO ആയിട്ടുള്ള വേറൊരു പിള്ളയുടെ പേരെടുത്ത് പുള്ളി ഇവിടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത് എന്താ? അതായത് ഒരു ഹിന്ദു
നാമധാരിയായിട്ടുള്ള ഒരു പോലീസുകാരൻ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതിന് വേണ്ടി ആരെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയുടെ വണ്ടി പോലും പിടിച്ചെടുത്തു. അയാൾക്ക് ഒരു CPM ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു മുസ്ലിമിന് പോലും രക്ഷയില്ല എന്ന് പറയുന്ന ഒരു പ്രചരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പം അത്തരത്തിലുള്ള ചില തന്ത്രങ്ങൾ ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രചരണം കൂടി വന്നേക്കണത്. അപ്പം അതുകൊണ്ടാണ് CPM യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജാഥയും ഒരു വിശദീകരണ യോഗവും ഒക്കെ അവിടെ നടത്തിയത്. അല്ലാതെ അതൊക്കെ ഒരു സാധാരണ ഇപ്പം നമ്മൾ ദേഷ്യം വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന പോലെയുള്ള ഒരു വാചകമാണ്. അല്ലാതെ അരിയും മലരും കുന്തിരിക്കവും കയ്യിൽ കാത്തു വെച്ചോട വരുന്നുണ്ടാ നിൻ്റെയൊക്കെ കാലമ്മ എന്നുള്ളതോ, അല്ലെങ്കിൽ PFI പോലെയുള്ള ആളുകളൊക്കെ ചെയ്തിരുന്ന പോലെ മറ്റേ ഹിറ്റ് ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരെഴുതി വെച്ചിട്ട്, അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുത്തരം എന്തെങ്കിലും പറ്റിയാൽ അപ്പം തന്നെ അതിലുള്ള ഒരാളെ തട്ടിക്കളയുക എന്നുള്ളൊരു കാര്യമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷിബിലിക്കൊക്കെ അറിയാമല്ലോ, CPM-നെ പോലുള്ള ആളുകൾ ജാഥയൊന്നും നടത്തില്ല. പകരം നമുക്കറിയാവുന്ന പോലെ TPയൊക്കെ വെട്ടിക്കൊന്നത് 51 വെട്ട് മുഖത്ത് വെട്ടിക്കൊന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിസാരമായ അങ്ങോട്ട് വിട്ടുകളയേണ്ട കാര്യമേ ഉള്ളൂ. ഇത് മീഡിയ വണ്ണിൻ്റെ വലിയ തോതിലുള്ള പ്രചരണമാണ് ഈ നടക്കുന്നത്.